LGBTQ പല ആശയങ്ങളും ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ പോലും അത് വളരെ നോർമലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലെസ്ബിയൻ സ്ത്രീകളും തമ്മിലുള്ള ലൈംഗികത അത് ദൈവം വെറുക്കുന്ന ഒരു കാര്യം. ഗേ പുരുഷനും തമ്മിലുള്ള ലൈംഗികത അതും ദൈവം വെറുക്കുന്ന ഒരു കാര്യം. ദൈവത്തിനത് ഇഷ്ടമേ അല്ല. റോമർക്കെതിരെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 32 വരെ വായിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ അറിഞ്ഞിട്ടും നന്ദിയോ മഹത്വമോ കൊടുക്കാത്ത ഒരു കൂട്ടർ. ദൈവത്തെ അവർക്കറിയാം, പക്ഷേ ദൈവത്തിനൊരു നന്ദി കൊടുത്തിട്ടില്ല, ദൈവത്തിനൊരു മഹത്വവും കൊടുക്കുന്നില്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരം അവർ ജീവിക്കുന്നു. സ്വന്തം ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, സ്വന്തം ചിന്തകൾ, അവരുടെ മനസ്സിൽ തോന്നുന്നത് ശരിയെന്നുള്ള രീതിയിൽ അവർ ജീവിച്ച് മുമ്പിലോട്ട് പോകുന്നു. ആർക്കും കണക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവർ വിവേകമില്ലാത്തവരാണ്, അവർ മൂഢരായിട്ട് ജീവിക്കുവാണ്, അവർക്ക് ജ്ഞാനമില്ലാത്തവരാണെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളവർ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നു. അവരെന്ത് ചെയ്തു? അവരാണ് സ്ത്രീകളോടും പുരുഷനോടും കാമം ജ്വലിച്ചിട്ട് അവലക്ഷണമായി ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടർ. അതാണ് ലെസ്ബിയൻ സെക്സ്, ഗേ സെക്സ്. അത് ദൈവം വെറുക്കുന്ന അവസ്ഥകളാണ്. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്ന് വചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ലെസ്ബിയൻ, ഗേ ഇതൊന്ന് നോർമലൈസ് ചെയ്ത് നമ്മൾ കരുതരുത്. അത് വളരെ ഭയാനകമായ പാപമാണ്, മരണത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പാപമാണ്. ബിഗ് ബോസ് അല്ല നിൻ്റെ ബോസ്, നമ്മുടെ ബോസ് വേറെയാണ്. ബിഗ് ബോസിൽ ഒരുപക്ഷെ ഇതെല്ലാം നോർമലൈസ് ചെയ്ത് കാണിക്കും. ലെസ്ബിയൻ, ഗേ ഇതൊന്നും സാരമില്ല, അതൊക്കെ ഓരോരുത്തർ മൈ ലൈഫ് മൈ റൂൾസ്, നമ്മുടെ ചോയ്സസ് അല്ലേ, നമ്മുടെ ഇഷ്ടങ്ങളല്ലേ, നമുക്ക് എൻജോയ് ചെയ്യാം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ചിന്തകളിലേക്ക് അത് കയറി വരുമ്പോൾ അത് അനുകരിക്കാൻ നമ്മൾ തയ്യാറാകരുത്. ദൈവമക്കൾ അത് അനുകരിക്കുവാനും അങ്ങനെ ജീവിക്കുവാനും ഉള്ളവരല്ല. അത് പാപത്തിൻ്റെ വഴിയാണ് എന്ന്, മൂഢന്മാരുടെ വഴിയാണ് എന്ന്, അജ്ഞാനികളുടെ വഴിയാണെന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ബോസ് പറയുന്നത് നമ്മൾ കേൾക്കുക. നമ്മുടെ ബോസ്, സ്വർഗത്തിലുള്ള നമ്മുടെ ബോസ് പറഞ്ഞിരിക്കുന്നു, ഈ പാപത്തിൻ്റെ വഴിയിൽ, ലെസ്ബിയൻ, ഗേ ഇങ്ങനെയുള്ള വഴികളിൽ പോകാതെ ദൈവത്തിൻ്റെ വഴികളിൽ നീങ്ങാം. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അതാണ് സ്ഥാപിച്ചത്. അല്ലാതെ പുരുഷനുമായിട്ടും സ്ത്രീയുമായിട്ടുള്ളൊരു വിവാഹബന്ധം ദൈവം സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് ലോകത്തിൻ്റെ വഴികളിൽ നീങ്ങാതെ ദൈവത്തിൻ്റെ വഴികളിൽ നീങ്ങാം. അവിടെ ഇരിക്കുന്ന നമ്മുടെ ബോസ് പറയുന്നത് നമുക്ക് കേൾക്കാം. ഗോഡ് ബ്ലെസ് യു.